എല്ലാവർക്കും PRS കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രിയാമ്മ. നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഒന്നാണ് സ്യൂഡോമോണസ് അല്ലേ. അപ്പോൾ സ്യൂഡോമോണസ് വീട്ടിലുണ്ടാക്കുക അതെങ്ങനെയാണ് എന്താണ് എന്ന് ഒത്തിരി പേര് നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമേ പറയട്ടെ, ഈ സ്യൂഡോമോണസ് ഉണ്ടല്ലോ നമുക്ക് ഉപയോഗപ്രദമായ മിത്ര ബാക്ടീരിയ ആണ്. ഇത് നമ്മൾ ലാബിൽ അത് പ്രത്യേക ഒരു അവസ്ഥയിൽ പ്രത്യേക ടെമ്പറേച്ചറിൽ ഉണ്ടാക്കുന്നതാണ്. അല്ലാതെ നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നതല്ല. പക്ഷേ ഇത് നമുക്ക് വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്യാം. അതായത് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും നമുക്ക്. പിന്നെ ഡേറ്റ് കഴിയാതെ ഉപയോഗിക്കാൻ പറ്റും, ഡേറ്റ് കഴിഞ്ഞതും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. മനസ്സിലായോ? നമുക്ക് ഈ സ്യൂഡോമോണസ് അതുപോലെ ബിവേറിയ, വെർട്ടിസീലിയ ഇതൊക്കെ വാങ്ങിക്കഴിഞ്ഞിട്ട് അത് നമുക്ക് ഇപ്പോൾ ഒരു പാക്കറ്റ് വാങ്ങിക്കഴിഞ്ഞ് അതിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് ഒരുപാടാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് എക്സ്പയറി ഡേറ്റ് കഴിയാത്ത രീതിയിൽ ഉപയോഗിക്കാനും പറ്റും. അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അല്ലാതെ ഇത് ഒരു കാരണവശാലും നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. കാരണം അത് നമുക്ക് ദോഷം ചെയ്യും. നമ്മൾ സാധാരണ സ്യൂഡോമോണസ് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇതേപോലെ നമ്മൾ അപ്പം ഇത് ഇങ്ങനെ തുറന്ന് എടുത്ത് വെക്കരുത്. ആദ്യത്തെ കാര്യം പറയട്ടെ, ഇത് തുറന്ന് വെയിലും കാറ്റും അടിക്കുന്ന രീതിയിൽ വെക്കരുത്. ഉള്ളിൽ നന്നായിട്ട് വെക്കുക. പക്ഷേ ഇങ്ങനെയൊന്നും ഇനി വെക്കേണ്ട കാര്യമില്ല. നമുക്കിത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഡേറ്റ് കഴിയാത്ത രീതിയിൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് പറഞ്ഞു തരാം. അപ്പോൾ അതേപോലെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ സ്യൂഡോമോണസ് നമുക്ക് ഡേറ്റ് കഴിയാതെ ഉപയോഗിക്കാനും അതുപോലെ മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഇതിലുള്ള വളങ്ങളാണ്. ഏതെങ്കിലും പൊടിഞ്ഞ വളങ്ങൾ, അതായത് ചകിരി കമ്പോസ്റ്റോ മണ്ണിര കമ്പോസ്റ്റോ ചാണകപ്പൊടിയോ ആട്ടിൻകാഷ്ടോ അങ്ങനെ നമ്മളുടെ വളങ്ങളാണ് നമുക്ക് ആവശ്യം. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇത് ചകിരി കമ്പോസ്റ്റാണ് കേട്ടോ. നിങ്ങളുടെ അടുത്ത് ചകിരി കമ്പോസ്റ്റിൽ മണ്ണിര കമ്പോസ്റ്റ് എടുക്കുക, ആട്ടിൻകാഷ്ടം കോഴിക്കാഷ്ടം, പക്ഷെ നന്നായിട്ട് ഇതേപോലെ പൊടിഞ്ഞിട്ടുള്ളത് വേണം എടുക്കാനായിട്ട്. ഇനി ഇതിലോട്ട് നമുക്ക് സ്വല്പം വെള്ളം ഒഴിച്ച് ഒന്ന് നനച്ചെടുക്കണം. ഒരുപാട് നനവൊന്നും വേണ്ട, നമുക്ക് ചെറിയൊരു നനവും മതി. എന്നാൽ ചെറിയൊരു നനവ് അത്യാവശ്യമാണ് കേട്ടോ. അപ്പോൾ അതേ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നനച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ സ്യൂഡോമോണസ് നമ്മൾ പൊട്ടിച്ചത് ഇടുകയാണ് ചെയ്യുന്നത്. സ്യൂഡോമോണസ് പൊട്ടിച്ചത് നമ്മളിതിൽ ചേർത്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക. ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തു, കറക്റ്റായി. ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്യണം നമുക്ക് അല്ലേ. അതിനായിട്ട് അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഇതിൽ ആക്കി കഴിഞ്ഞാൽ ഒരിക്കലും എക്സ്പയറി ഡേറ്റിൻ്റെ പ്രശ്നമേ വരില്ല. നമ്മളിപ്പോൾ നമ്മുടെ ജൈവ വളത്തിൻ്റെ കൂടെ ഇത് മിക്സ് ചെയ്ത കാരണം ഇതിന് ഇനിയിപ്പോൾ ഡേറ്റ് കഴിയണ ഒരു പ്രശ്നം വരില്ല. നമുക്ക് ആവശ്യാനുസരണം ഇത് എടുത്ത് ഉപയോഗിക്കാം. അപ്പം ഇനി ഇതിൽ നമ്മൾ പൊതയും കൂടി ഇടണം കേട്ടോ. നമ്മളിത് ഉണങ്ങിയ കരിയില വെച്ചിട്ട് ഇത് നന്നായിട്ട് അങ്ങ് പൊതയിടണം. കണ്ടോ, നമ്മൾ ഉണങ്ങിയ കരിയില വെച്ചിട്ട് ഇത് പൊതയിടുക. ഇതേ ഉണങ്ങിയ കരിയില കൊണ്ട് നമ്മൾ പൊതയിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നനച്ചു കൊടുക്കണം. ഇതിലെപ്പോഴും ഈർപ്പം വേണം, അല്ലാതെ ഉണങ്ങി പോവരുത്. ഇതിന് ഈർപ്പം വേണം. ഇത് ഇടയ്ക്കിടയ്ക്ക് നനച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇത് വെയിലും കാറ്റും നേരിട്ട് കൊള്ളാത്ത രീതിയിൽ വെക്കുക. അപ്പോൾ നമുക്കിത് ആവശ്യാനുസരണം ഇതിൽ നിന്ന് നമുക്ക് എടുത്തുപയോഗിക്കാം. അപ്പോൾ ഇത്ര സമയം എന്നില്ല. ഇതിൽ അങ്ങനെ ആയതുകൊണ്ട് ഇതിനങ്ങനെ എക്സ്പയറി ഡേറ്റ് ഇല്ല. പക്ഷേ ഇതിൻ്റെ വേറൊരു ഗുണം, ഇതിൽ ജീവാണുക്കൾ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പം നമുക്ക് ഇത് വളരെ യൂസ്ഫുള്ളായിട്ട് ഉപയോഗിക്കാൻ പറ്റും. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇടയ്ക്ക് ഇതൊന്ന് ഇങ്ങനെ നനച്ചു കൊടുക്കണം കേട്ടോ. നനവില്ലാതെ ഇരിക്കരുത്. ഇത് നനച്ചു കൊടുക്കുക. നമുക്ക് ആവശ്യാനുസരണം എടുക്കണ സമയത്ത് ഈ പൊതയൊക്കെ മാറ്റി ആവശ്യാനുസരണം ഇതിൽ നിന്ന് ഇത് സ്യൂഡോമോണസ് എടുത്ത് ചെടിയുടെ ചുവട്ടിലൊക്കെ നന്നായി ഇട്ട് കൊടുക്കുക. വീണ്ടും പൊതയിടുക. പിന്നെ നനവില്ലെങ്കിൽ നന്നായിട്ട് നനച്ചു കൊടുക്കുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡേറ്റ് കഴിഞ്ഞു എന്നുള്ള പ്രശ്നമില്ല. അതുപോലെ ഇത് ജീവാണുക്കൾ മൾട്ടിപ്ലൈ ചെയ്യാനും ഇത് വളരെയധികം സഹായിക്കും. അപ്പോൾ നമുക്ക് സ്യൂഡോമോണസ് അല്ലെങ്കിൽ ബിവേറിയ, വെർട്ടിസീലിയ ഒന്നും ഇനി ഡേറ്റ് കഴിഞ്ഞ് മാറ്റിക്കളയേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ നമ്മുടെ സ്യൂഡോമോണസ് നമുക്ക് ഡേറ്റ് ഒന്നും കഴിയാതെ എങ്ങനെ എടുക്കാം എന്നുള്ളത് മനസ്സിലായല്ലോ അല്ലേ. ഇനി
അത് സ്യൂഡോമോണസ് നമ്മൾ ഡേറ്റ് കഴിയാറാവണ സമയത്ത് ഇങ്ങനെ ചെയ്തു വെച്ചാൽ മതി. അതുവരയ്ക്ക് നമുക്ക് സ്പ്രേ ചെയ്യണമെങ്കിൽ ഇതൊന്ന് എടുത്തിട്ട് സ്പ്രേ ചെയ്യാം അല്ലേ. ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് വേറെ 2 കാര്യങ്ങളുണ്ട്. അതറിയോ? ഒന്നാമത്തേന്ന് പറയുന്നത് നമ്മൾ ഇത് 20 ഗ്രാം എടുക്കുക, അതറിയാലോ അല്ലേ. 20 ഗ്രാം സ്യൂഡോമോണസ് 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് 20 ഗ്രാം ശർക്കര അലിയിച്ച് ഒരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ വെച്ചിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിൽ ജീവാണുക്കൾ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ സ്യൂഡോമോണസ് ശർക്കര വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. പിന്നെ തൈരും അതുപോലെ തന്നെ നമ്മുടെ കഞ്ഞിവെള്ളം പുളിച്ചത് അത് വെച്ചിട്ടും ചെയ്യാം. അതെങ്ങനെയാണെന്നറിയോ? അത് 50 ഗ്രാം പുളിച്ച തൈര് എടുക്കുക, 50 ഗ്രാം പുളിച്ച കഞ്ഞിവെള്ളം എടുക്കുക, രണ്ടും കൂടെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം. അതിലോട്ട് നമ്മൾ 1 ലിറ്റർ വെള്ളം ചേർത്ത് ഇതിൽ നിന്ന് നമ്മൾ 20 ഗ്രാം സ്യൂഡോമോണസ് ചേർത്ത് കുറച്ച് നേരം വെക്കുക, ഒന്ന് സെറ്റ് ആവാനായിട്ട്. അതിന് ശേഷം നമുക്ക് ചെടികൾക്ക് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള വളരെ നല്ല സാധ്യതയുണ്ട്. പിന്നെ നാളികേര വെള്ളത്തിലും ചെയ്യാൻ പറ്റും. അത് നമുക്കറിയണതാണല്ലോ അല്ലേ. നമ്മൾ 1 ലിറ്റർ നാളികേര വെള്ളം എടുത്തിട്ട് ഒരു ചെറിയ കഷ്ണം ശർക്കര ഇട്ട് വെച്ചതിന് ശേഷം ഇത് 20 ഗ്രാം ചേർത്ത് നമ്മൾ കുറച്ച് മണിക്കൂറുകൾ വെച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോഴും ഇതാക്കാം. അപ്പം ഈ സ്യൂഡോമോണസ് ഇനി നമുക്ക് കുറച്ച് വാങ്ങിയാലും ഒരുപാട് കാലം ഉപയോഗിക്കാൻ പറ്റും, ജീവാണുക്കളെ വർദ്ധിപ്പിക്കാൻ പറ്റും. ഡേറ്റ് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഒത്തിരി ഉപകാരപ്രദമാണല്ലോ അല്ലേ. നിങ്ങൾക്ക് ഒത്തിരി ഉപകാരപ്രദമായ വീഡിയോ ആണിത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.